ഹലോ ഫ്രണ്ട്സ്, ഞാനെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നായിരിക്കുമല്ലേ? ഒന്നുമില്ല. ഒരു നേഴ്സ് ആയതുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് അറിയത്തില്ലാത്തവരിലേക്ക്. അപ്പോൾ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നേഴ്സുമാരുടെ സ്ട്രൈക്ക് അല്ലേ? എന്തുകൊണ്ടാ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? മാനേജ്മെൻറ്റുകാരോട് നമ്മൾ ആദ്യം മാന്യമായ രീതിയിൽ സാലറിയെ പറ്റി ഡിസ്കസ് ചെയ്യും. അവർ അമ്പിനും വില്ലിനും അടുക്കൂല. അപ്പം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞങ്ങൾക്കും ഉണ്ട് അവകാശങ്ങൾ കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എനിവേ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, എനിക്ക് ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റിയും കൂടി ഒന്ന് പറയട്ടെ. അതായത് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് അത്യാവശ്യം കുറച്ചൊക്കെ ഫേമസ് ആണ്. അപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവിടുത്തെ മാനേജ്മെൻറ്റുകാർ നഴ്സുമാരോട് ചെയ്ത ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. സാലറീൻ്റെ കാര്യം ചോദിച്ചതിന് നഴ്സുമാരുടെ മെക്കിട്ട് കയറുന്ന ഒരു മാനേജ്മെൻറ്റ്. ഞാൻ മാനേജ്മെൻറ്റുകാരോട് ചോദിച്ചിട്ട് എന്നാണോ ഉണ്ടോ നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടോ? ഉളുപ്പ് നിങ്ങൾക്ക് വെറും പുച്ഛമാണ് എനിക്ക് അവരോട് തോന്നുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വാക്കുകളൊന്നും ഒരു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ്? ബീങ് എ നഴ്സ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ പറഞ്ഞത്. അപ്പം അത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനെതിരെ ഇനിയിപ്പോൾ ആൾക്കാരും വടി കുത്തിപ്പിടിച്ചോട്ട് കമൻറ്റ് ബോക്സിലോട്ടൊന്നും വരേണ്ട. കാര്യം ഞാൻ അങ്ങനെ തന്നെ പറയും. കാര്യം എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമുള്ള ഒരു സാലറീൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ മെക്കിട്ട് കയറുകയാണ് ചെയ്യണേ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണ് ഒരു മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി, ഒരു മര്യാദ. അങ്ങനെയാണോ കണ്ടത്? വളരെ പുച്ഛം. എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ആ മാനേജ്മെൻറ്റുകാരോട്. നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇതുപോലെ നഴ്സുമാരുടെ മെക്കിട്ട് കയറുന്ന എല്ലാ മാനേജ്മെൻറ്റുകാരോടും എനിക്ക് വെറും ഒരു പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനി എന്തുകൊണ്ട് പുച്ഛം വന്നു അറിയണ്ടേ? നമ്മൾ നിസ്സാരം. ഇപ്പം നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരിലോട്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, ഒരു എമർജൻസി കേസ് വന്നു, നിങ്ങളിപ്പോൾ പെട്ടെന്ന് ക്യാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്. ഓക്കെ, അവിടെ ലാബ് ടെക്നീഷ്യൻ, നിങ്ങൾ ഇമാജിൻ ചെയ്യാണ്, ലാബ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫി, ഡോക്ടർ, അതുപോലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്, എക്സെപ്റ്റ് നഴ്സസ്. അവിടെ വന്നിട്ട് എന്ത് നടക്കുമെന്നാ? ഒന്നും നടക്കില്ല. നഴ്സുമാരില്ലാതെ ഒരു ഹോസ്പിറ്റലും ഇത്രത്തോളം ഉയർന്നു വരില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നേഴ്സുമാർ കിടന്ന് പട്ടിപ്പണിയെടുത്ത് അവരുടെ ആരോഗ്യം കളഞ്ഞ് അവർക്ക് നടുവേദന തൊട്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെരിക്കോസ് വരെ പിടിപെട്ടവരാണ്. ഓക്കെ, അപ്പം അമാതിരി അസുഖങ്ങളെല്ലാം പിടിപെട്ടേച്ചും നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടി രാപ്പകലില്ലാണ്ട് അധ്വാനിക്കുമ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം സാലറി തരാൻ പറഞ്ഞാൽ തരില്ലാതെ നേഴ്സുമാരെ മെക്കിട്ട് കയറുന്ന മാനേജ്മെൻറ്റുകാരോട് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് നിങ്ങൾ പറയണത്? എങ്ങനെ പ്രതികരിക്കും? ഞങ്ങളുടെ മുന്നിൽ സ്ട്രൈക്കല്ലേ ഉള്ളൂ. നമ്മൾ പണി ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. സാലറി കൂട്ടട്ടെ, അപ്പം നമ്മൾ പണി പിന്നെയും തുടരും. ഇനി പണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ പറയുമായിരുന്നു, നിങ്ങൾക്ക് എന്താ ഇതിന് മാത്രം പണി? നേഴ്സുമാർക്ക് നൈറ്റിന് ഉറങ്ങാം, അവർക്ക് ഫോണിൽ തോണ്ടാം, അതുപോലെ എന്താ പറയുന്നത്, കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങാം, ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അവർ പറയാറില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ നിസ്സാരമായിട്ടൊരു കാര്യം ഞാൻ ചോദിക്കാം. ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഈ നൈറ്റിലൊക്കെ വരുന്ന പേഷ്യൻറ്റും അതുപോലെ ഓൾറെഡി അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസും ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? അവർ തന്നെത്താനെ എല്ലാം ചെയ്യുമായിരുന്നു. തന്നെത്താനെ മെഡിസിനും തന്നെത്താനെ ഫുഡും എടുത്ത് കഴിച്ച് ചെയ്യുമായിരുന്നു. ഓക്കെ, സ്റ്റേബിൾ പേഷ്യൻസ് ഓക്കെ, അവർക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റും. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസൊക്കെ എന്തോ ചെയ്യും? അവർ തന്നെ എടുത്ത് ട്യൂബ് വായിലുകൊണ്ട് വലിച്ചൂരിയിട്ട് അവർ തന്നെ പോയി ഫുഡ് കഴിക്കുമോ? ഇല്ല, അതിന് നേഴ്സുമാർ തന്നെ വേണം. നിങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ നേഴ്സുമാർ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കറങ്ങുന്ന കസേരയിൽ ഒന്ന് തിരികെ ചെയ്യുന്നത്, അന്നേരം ആയിരിക്കും അവരവിടെ കുണ്ടി ഒന്ന് നിലത്തോട്ട് വെക്കണത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ നേഴ്സുമാരെ പുച്ഛിക്കുന്നവരാണ് കേട്ടോ, അല്ലാത്തവർ ഞാനൊന്നും പറയില്ല, സോറി. അപ്പോൾ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നൈറ്റ് ഷിഫ്റ്റിൽ നിങ്ങൾ എന്നാ എടുക്കുന്നതെന്ന് ചോദിക്കുന്നവരോട്, നൈറ്റ് ഷിഫ്റ്റ് നമുക്ക് ഏകദേശം വരുന്നത് 12 hour ഡ്യൂട്ടിയാണ് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും. അപ്പോൾ വരുന്നത് നമ്മൾ 8 to 8 ആണ് നോർമലി വരുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഷിഫ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിന്ന ഹോസ്പിറ്റലൊക്കെ 8 to 8 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ പറയുന്നത്. നമ്മൾ വരുന്ന വഴി നമുക്ക് ഇൻവെൻട്രി കുറേ സംഭവങ്ങളുണ്ട്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവരോട് മെഡിസിന്, അതുപോലെ IV ഫ്ലൂയിഡ്, ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു കലാപരിപാടി ഇവിടെയുണ്ട്. ആ കലാപരിപാടിക്ക് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുന്നതാണ്, നേഴ്സുമാരുടെ ഒരു കൂട്ടങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതാണ് പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി. ആ പേഷ്യൻറ്റിന് ഇത് പറ്റി, ഈ പേഷ്യൻറ്റിന് ഇത് പറ്റി, മൊത്തത്തിലൊരു ഓവറോൾ എൻഡോസ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സംഭവം എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പേഷ്യൻറ്റിനെ തിരിച്ചു തരുമല്ലോ. ഇന്നയാൾക്ക് ഇന്ന പേഷ്യൻറ്റ്, ഇന്നയാൾക്ക് പേഷ്യൻറ്റ്, ഇന്നയാൾക്ക് പേഷ്യൻറ്റ്. അപ്പോൾ അയാളുടെ ഹിസ്റ്ററി നമ്മൾ താനെ മനസ്സിലാക്കണം. അതുപോലെ ഈവനിങ് ഷിഫ്റ്റിൽ നിന്ന് ഉള്ള ആൾക്കാരുടെ ഇന്ന് ഹാൻഡ് ഓവർ എടുക്കണം. ഇനി അതെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് നൈറ്റിൽ വരുന്ന പരിപാടികൾ, മെഡിസിൻ കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടോ, ഒരു മെഡിസിൻ കൊടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന്. നിങ്ങൾ ചുമ്മാ നോർമൽ മനുഷ്യരെ ചിന്തിക്കാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യനെ നമ്മളത് ക്രഷ് ചെയ്തിട്ട് അത് അവരുടെ ഫുഡിൽ മിക്സ് ചെയ്തിട്ട് അത് നേസൽ ട്യൂബ്, ഇനി മൂക്കിൽ കൂടെ ഒരു ട്യൂബൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അതുപോലെ ഒരു ട്യൂബൊക്കെ ഇട്ടിട്ട് ആ ട്യൂബിൽ കൂടെ വേണം അവർക്ക് ഫുഡ് കൊടുക്കാൻ. അതിനകത്ത് ആസ്പിരേഷൻ ഉണ്ടോ, അതോ അത് ലീക്കുണ്ടോ, അത് കറക്റ്റ് പൊസിഷനിലാണോ, ഇതെല്ലാം നേഴ്സുമാർ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഫുഡ്, അവർക്കൊരു 12 മണി വരെയുള്ള മെഡിസിൻസ്, അതിന് ശേഷം ആയിരിക്കും നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. മനസ്സിലായോ? എപ്പോൾ? 12 മണിക്ക് ശേഷം. ആ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ നിന്നുകൊണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഒരു കോഡ് അനൗൺസ് ചെയ്താൽ തീർന്നു. ഏത് കോഡ് ബ്ലൂ? ഏതെങ്കിലും പേഷ്യൻ്റെ മരണത്തിലേക്ക് പോകുന്നത് കണ്ടാൽ കോഡ് ബ്ലൂ അടിക്കും, അറിയാവുന്നവർക്കറിയാം. അന്നേരം നമ്മൾ ഓടണം. എന്ത്? ആ പേഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ.
അപ്പോൾ അതിന് ആരുടെ ആവശ്യം വന്നാൽ അവിടെ നഴ്സുമാരുടെ. അവിടെ ബാക്കി ഈ പറയുന്ന റേഡിയോഗ്രഫിയോ അല്ലെങ്കിൽ ലാബോ ഡോക്ടേഴ്സിനെ ഞാൻ ഞങ്ങളുടെ കൂടെ കൂട്ടുകയാണെ, അവരുടെ ഹെൽപ്പ് നമുക്ക് വേണം. ബാക്കി ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ അവർക്കൊരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ തന്നെ വേണം അവിടെ ചെയ്യണമെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ അതും കഴിഞ്ഞ് വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉടനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നെക്സ്റ്റ് മോർണിംഗിലത്തേക്കുള്ള ഫുൾ മെഡിസിൻ ഉണ്ടോ, കൺസ്യൂമബിൾസ് അതായത് സിറിഞ്ചസ് ഉണ്ടോ, കുന്തമുണ്ടോ, കുറച്ചൊക്കെ ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് അതില്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് വാങ്ങി വെക്കുന്ന ഒരു പരിപാടി, അത് നമ്മൾ ചെയ്ത് വെക്കണം. അത് ചില ഹോസ്പിറ്റലിൽ സിസ്റ്റം ത്രൂ ആണ്, ചില ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് പോയി മേടിച്ചെടുക്കേണ്ട പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം. നേഴ്സുമാർ ചുമ്മാ ഇരിക്കുമല്ല അവിടെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം സ്പഞ്ചിങ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവരോട് അറിയാം, കുളിപ്പിക്കൽ. നിങ്ങൾ ചോദിക്കുകയോ നിങ്ങൾ പേഷ്യനെ കുളിപ്പിക്കാറുണ്ടോ? നമ്മൾ സാധാരണ മനുഷ്യർ തേക്കണം പോലെ സോപ്പും ചകിരിയൊക്കെ ഇട്ട് തേപ്പിക്കലല്ല. നമുക്കതിനുള്ള വൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് പേഷ്യനെ തൂത്ത് തുടച്ച് അവരുടെ ഡ്രസ്സ് മാറ്റി ബെഡ്ഷീറ്റ് മാറ്റണം. നമ്മൾ മിനിമം ഒരു പേഷ്യൻ സൈഡിൽ കയറി കഴിഞ്ഞാൽ 1 hour പോകാം. അപ്പോൾ ഞങ്ങൾ എത്രത്തോളം സ്പീഡിൽ വർക്ക് ചെയ്തിട്ടാണ് ഒരു 7 പേഷ്യനെ ഒരു സ്റ്റാഫ് തീർക്കണേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തറിയാം നഴ്സുമാരുടെ പണിയെ പറ്റിയിട്ട്? നിസ്സാര പണിയല്ല ചെയ്യുന്നത്. അതിനുശേഷം അവരെ കുളിപ്പിച്ച് അവരുടെ അപ്പി കോരി, ഇതൊക്കെ ഭയങ്കര പുണ്യപ്രവൃത്തിയാണ്. പറയുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും പോയി മറ്റൊരാളുടെ അപ്പി കോരുമോ? കോരും. അമ്മമാർ കുഞ്ഞുങ്ങളുടെ. വേറെ ആരെങ്കിലും കോരിയിട്ടുണ്ടോ? ഇല്ല. അത് നഴ്സുമാർ തന്നെ വേണം, മനസ്സിലായോ? അപ്പി കോരി അതും കഴിഞ്ഞ് അവരെ സുന്ദരക്കുട്ടപ്പാരാക്കി മെഡിസിനും കൊടുത്ത് രാവിലത്തെ ഫുഡും കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് മോർണിംഗ് സ്റ്റാഫ് വരുമ്പം അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല, അവിടെ ഡേറ്റ് ഇല്ല, ഇവിടെ ലേബലില്ല, ഇതെല്ലാം പറഞ്ഞ് വരുമ്പം അതിൻ്റെ പരിപാടി മൊത്തം ചെയ്തിട്ട് ഒരു 8 മണിക്ക് തീരേണ്ട ഷിഫ്റ്റ് നമ്മളൊരു 9:30, 9:45 ഒക്കെ ആവും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, മനസ്സിലായോ? ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളുള്ള സ്റ്റാഫാണെങ്കിൽ തീർന്നു, ഉറങ്ങാനേ പറ്റത്തില്ല. വൈകിട്ട് ഇതേപോലെ തന്നെ എഴുന്നേറ്റ് വരണം. 4ഉം 7ഉം നൈറ്റൊക്കെയാണ് ഒരാൾക്ക് വരുന്നത്, അറിയാവോ? അപ്പോൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം സാലറി നിങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്തമുണ്ട് മാനേജ്മെൻറ്റുകാർക്ക്. സോ ഞങ്ങൾ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഇനിയും പോരാടും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സ്ട്രൈക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാര്യം നമ്മളൊക്കെ മറ്റൊരു രാജ്യത്ത് വന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ സ്ട്രൈക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എപ്പോഴും ഞങ്ങൾ നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ടായിരിക്കും. കാര്യം നമ്മുടെ നാട്ടിലാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ നിൽക്കുന്നത്. നാട്ടിലെന്തുകൊണ്ട് ആൾക്കാർ നിൽക്കില്ലാത്ത? സാലറി ഇല്ലാത്തതുകൊണ്ട്. വെറും 15,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മുടെ ഈവൻ നിസ്സാരമായിട്ട് നമുക്കൊരു ബസ്സിന് വരുന്ന ഒരാൾക്ക് തന്നെ ഒരു മാസം ഒരു 5,000, 6,000 രൂപ പോക്കാം ആണ്. ഇപ്പോൾ സ്വന്തം വണ്ടിയായിട്ട് വരുന്നവർക്ക് പെട്രോൾ കാശ് തന്നെ എത്രയാവുമെന്ന് ചിന്തിച്ച് നോക്കി. അപ്പം മിനിമം സാലറി എങ്കിലും കൊടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവുക. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എല്ലാം നമ്മുടെ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റട്ടെ, പ്രാർത്ഥിക്കാം. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.